ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് മൂന്നാം ഘട്ടം നടപ്പിലാക്കുന്നത് ഒമാൻ നികുതി അതോറിറ്റി നവംബർ 1 നീട്ടി. നവംബർ 1 മുതൽ ഒമാനിൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാത്ത ശീതളപാനീയങ്ങൾ വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല. ഇറക്കുമതിക്കാർക്കും നിർമ്മാതാക്കൾക്കും ചില്ലറ വ്യാപാരികൾക്കും ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് നിയമം പാലിക്കുന്നതിനായി അധിക സമയം നൽകുന്നതിനാണ് തീയതി നീട്ടിയത്. നേരത്തെ ഇത് ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ചെയ്യാത്ത സോഫ്റ്റ് ഡ്രിങ്കുകൾ, എനർജി ഡ്രിങ്കുകൾ, മറ്റ് എക്സൈസ് പാനീയങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും വിതരണവും ഒമാനിൽ കർശനമായി നിരോധിക്കും. ഈ വിഭാഗത്തിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ആഭ്യന്തര വിപണിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അംഗീകൃത ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പുകൾ പതിക്കണം. നവംബർ 1 മുതൽ സ്റ്റാമ്പ് ചെയ്യാത്ത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കും. എക്സൈസ് നികുതി നടത്തിപ്പിൽ സുതാര്യതയും നിയമപാലനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള TDS നടപ്പാക്കൽ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടി. 2019 മധ്യത്തിലാണ് രാജ്യത്ത് എക്സൈസ് നികുതി നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ആദ്യം സിഗരറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പദ്ധതി പിന്നീട് ശീശ, തമ്പാക്ക് ഉൽപ്പന്നങ്ങൾ എന്നിവയിലേക്കും വ്യാപിപ്പിച്ചു. പിന്നീടാണ് കാർബണേറ്റഡ് പാനീയങ്ങൾ, എനർജി ഡ്രിങ്ക്സ് തുടങ്ങിയവയിലേക്കും ഡിജിറ്റൽ ടാക്സ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചത്. മീഡിയ 1, മസ്കത്ത്.